നൈപുണ്യയിലെ പുതിയ ബൊഗൈൻവില്ല കളക്ഷൻസ് ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ വർഷം നമ്മൾ ജനുവരി തൊട്ട് സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പുതിയ വെറൈറ്റി കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ഗാർഡൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിനടുത്ത് ചാഴൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു അയ്യപ്പന്റെ ക്ഷേത്രമുണ്ട്. അതിന്റെ തൊട്ടു മുമ്പിലായിട്ടാണ് നമ്മുടെ ഗാർഡൻ വരുന്നത്. നമുക്ക് പുതിയ കളക്ഷൻസ് പരിചയപ്പെടാം. ഹൈബ്രിഡ് വെറൈറ്റികളോടൊപ്പം തന്നെ നമ്മുടെ നോർമൽ നാടൻ വെറൈറ്റികളും ഇവിടെ ഒരുപാട് വെറൈറ്റികളുണ്ട്. ഇത് ടാങ്ക്ലോൺ വെറൈറ്റിയിൽ പെടുന്ന ടാങ്ക്ലോൺ റെഡ് ആണ്. ടാങ്ക്ലോണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതളുകൾ പൂർണ്ണമായിട്ട് വിരിയില്ല. നല്ല റെഡ് നിറത്തിലുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് ടാങ്ക്ലോൺ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ടാങ്ക്ലോൺ യെല്ലോ. ടാങ്ക്ലോണിന്റെ പ്രത്യേകത നന്നായി പൂക്കൾ ഉണ്ടാവും, പിന്നെ പൂർണ്ണമായിട്ട് വിരിയാത്ത ഇതളുകളായിരിക്കും. ഇത് ടാങ്ക്ലോണിന്റെ മറ്റൊരു വെറൈറ്റിയാണ് ടാങ്ക്ലോൺ പീച്ച്. നമ്മുടെ കയ്യിൽ ടാങ്ക്ലോണിന്റെ ഒരു 5-ലധികം വെറൈറ്റികളുണ്ട്. ഇത് ഗോൾഡൻ റാവു എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. മൾട്ടി കളേഴ്സിലാണ് ഈ ഫ്ലവർ വിരിയുന്നത്. ഗോൾഡനും പിങ്കും വൈറ്റും ഓറഞ്ചും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇത് വരുന്നത്. ഇത് ബട്ടർഫ്ലൈയിൽ വരുന്ന ഒരു വെറൈറ്റിയാണ്. ബട്ടർഫ്ലൈ പിങ്ക് ആണിത്. ബട്ടർഫ്ലൈയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഇതളുകളാണ് ഇതിൻ്റെ പ്രത്യേകത. വളരെ നേർത്ത ചെറിയ ഇതളുകളായിരിക്കും. അതുപോലെ തന്നെ ലീഫ് വെരിഗേറ്റഡ് ആണ് വരുന്നത്. ഇത് തായ് ഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. പൂക്കൾ വിരിഞ്ഞ് വരുമ്പോൾ വൈറ്റ് നിറമായിരിക്കും. പിന്നെ അതിലേക്ക് ഒരു പിങ്ക് ഷെയ്ഡും കൂടെ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് മൊണാലിസ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. ചെറിയ ഇലകളും അതുപോലെ തന്നെ ചെറിയ പൂക്കളാണ് ഇതിൽ വരുന്നത്. ഇത് ബട്ടർഫ്ലൈ ടോർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. ബട്ടർഫ്ലൈയിൽ തന്നെ ഉള്ള ഒരു നല്ലൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫ് വളരെ പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാവുന്ന രീതിയും വളരെ വ്യത്യസ്തമാണ്. ഇത് 21 ജ്വൽ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. പീച്ച്, പിങ്ക്, യെല്ലോ അങ്ങനെയുള്ള കളേഴ്സിലേക്കാണ് ഈ ജ്വൽ വെറൈറ്റീസ് വരുന്നത്. ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുന്ന രീതി വളരെ വ്യത്യസ്തമാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് ഡാർക്ക് പർപ്പിൾ ക്യൂൻ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. നല്ല ഡാർക്ക് പർപ്പിൾ തന്നെയാണ് ഇതിൻ്റെ കളർ വരുന്നത്. അതുപോലെ തന്നെ വലിയ പൂക്കളുമാണ്. ഇത് ടാങ്ക്ലോൺ പർപ്പിളിൻ്റെ ഒരു വലിയൊരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ജിന്ന ഭാരത് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. നല്ല ലാവൻഡർ കളറിലാണ് ഫ്ലവർ വിരിയുന്നത്. ഒരുപാട് പൂക്കൾ ഉണ്ടാവും. ചെറിയ പൂക്കളാണ്, പക്ഷെ നിറയെ പൂക്കൾ ഉണ്ടാകുമ്പോൾ ചെടി മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് തോന്നും. ഇത് സക്കൂറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ലീഫ് വെരിഗേറ്റഡ് ആണ് വരുന്നത്. നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചെടി കൂടിയാണ്. ഇത് അധർണ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. മൾട്ടി കളറിൽ ഫ്ലവർ വിരിയുന്ന ഒരു വെറൈറ്റിയാണ്. യെല്ലോയും പിങ്കും ഓറഞ്ചും എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു കളേഴ്സാണ് ഇതിൽ വിരിയുന്നത്. ഇത് ചിത്ര ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിൽ മൾട്ടി കളേഴ്സ് പോലെ തന്നെയാണ് വരുന്നത്. ചിത്രയുടെ ഒരു പുതിയ വെറൈറ്റിയാണ്. ഇത് ലേഡി ബേർഡ് മാർബിൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ലേഡി ബേർഡിൻ്റെ ഫ്ലവർ പോലെ തന്നെയാണ്, വൈറ്റും പിങ്കും ആണ് വരുന്നത്. പക്ഷേ ലീഫിലൊരു ചെറിയ കളർ വരുന്നുണ്ട്. ഇത് ഫോക്സ് ടെയിൽ ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള ഡബിൾ കളർ പോലെയൊക്കെയാണ് തോന്നുന്നത്. ഓറഞ്ചും ഒരു പിങ്ക് പോലെയൊക്കെ ആയിട്ട്. പക്ഷേ ശരിക്കും കളറ് ഓറഞ്ചാണ്. കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ഈ ഒരു ഷെയ്ഡിലേക്ക് വരുന്നത്. ഇത് വെരിഗേറ്റഡ് ഫോക്സ് ടെയിൽ യെല്ലോ ആണ്. വെരിഗേറ്റഡ് ലീഫാണ് ഇതിൻ്റെ പ്രത്യേകത. നേരത്തെ കണ്ട ഫോക്സ് ടെയിൽ യെല്ലോൻ്റെ ഫ്ലവറിനെക്കാട്ടും കുറച്ചും കൂടി ചെറിയതാണ് വരുന്നത്. ഇത് വെരിഗേറ്റഡ് റൂബി റെഡ് ആണ്. റൂബി റെഡിൻ്റെ സെയിം ഫ്ലവറാണ് വരുന്നത്, പക്ഷെ ലീഫ് മാത്രം വെരിഗേറ്റഡ് ആണ്. ഇത് ഗോൾഡൻ പെട്രോ ബാമ്പിനോടെ വെറൈറ്റി ആണ്, പക്ഷെ പർപ്പിൾ കളറിലുള്ള ഫ്ലവറാണ്. ഇത് വാട്ടർ മെലൻ കിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള കളറാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത്. നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ഗോൾഡൻ ബിഗോജസ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. ലീഫ് വെരിഗേറ്റഡ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നല്ല പിങ്ക് കളറുള്ള ഫ്ലവർ, നല്ല ബുഷിയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ബ്രിസ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. നല്ല റെഡ് കളറിലുള്ള ഫ്ലവർ, നന്നായി പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ഓറഞ്ച് സെപ്റ്റംബർ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. നല്ല ഓറഞ്ച് കളർ ഫ്ലവറും വെരിഗേറ്റഡ് ലീഫുമാണ് വരുന്നത്. ഇത് വാട്ടർ മെലൻ പീച്ചാണ്. നേരത്തെ കണ്ട പിങ്കിനെക്കാട്ടും
ഒരു പീച്ച് കളറാണ്. കുറച്ചും കൂടി വലിയ ഫ്ലവേഴ്സും ആണ് ഇതിൽ വരുന്നത്. ഇത് മൊണാലിസ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. ബ്ലാക്ക് എന്ന് പറഞ്ഞാലും ഫ്ലവർ നല്ല പിങ്കും വൈറ്റും ഒക്കെ മിക്സ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് ഗെയ്ഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. വൈറ്റ് കളർ ഫ്ലവറിലാണ് ആദ്യം വിരിഞ്ഞു വരിക. പിന്നെ ഇതുപോലെ ഒരു മിക്സഡ് കളറും കൂടി വരും. ഇത് കുറച്ചും കൂടി ഡാർക്കായിട്ട് വരും. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. ഇത് യെല്ലോ ഫാൻറ്റസി എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. ലീഫിൽ ഇതുപോലെ നല്ല കളറൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ യെല്ലോ നല്ല ഭംഗിയുള്ള യെല്ലോ കളർ ഫ്ലവറാണ് വരുന്നത്. ഇത് മൂൺലൈറ്റ് അദർണ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. നമ്മുടെ അദർണയുടെ പോലെ തന്നെ മിക്സഡ് കളറാണ് ഫ്ലവറിന് വരുന്നത്. ലീഫിൽ ഇതുപോലെ ഒരു വെരിഗേഷൻ വരുന്നുണ്ട്. ഇത് വെരിഗേറ്റഡ് ലേഡി ബേർഡ് ആണ്. വെരിഗേറ്റഡ് ലീഫാണ് വരുന്നത്. ലേഡി ബേർഡിൻ്റെ സാധാരണ ഫ്ലവർ പോലെ തന്നെ വൈറ്റും പിങ്കും മിക്സ് ആണ്. തൈവാനീസ് ഗേൾ എന്നാണ് ഈ ഒരു വെറൈറ്റിയുടെ പേര്. പീച്ച് കളർ ഫ്ലവറാണ്. അതുപോലെ തന്നെ ലീഫിലൊരു വെരിഗേഷനും വരുന്നുണ്ട്. ഇത് MS പെരാക്ക് യെല്ലോ മിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. വെരിഗേറ്റഡ് ലീഫും യെല്ലോ കളർ ഫ്ലവറുമാണ് വരുന്നത്. ഇത് വെരിഗേറ്റഡ് ഫോർമോസ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. വെരിഗേറ്റഡ് ലീഫാണ് വരുന്നത്. ഫോർമോസയുടെ ഫ്ലവർ തന്നെയാണ്, പക്ഷേ വളരെ ചെറിയ പൂക്കളാണ്. നിറയെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ്. ഇത് ഫാത്തിമ യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. യെല്ലോ കളർ ഫ്ലവറാണ് വരുന്നത്. ചെറിയ പൂക്കളാണ്. ഇത് ഫാത്തിമ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. പിങ്ക് കളറാണ് വരുന്നത്. വളരെ ചെറിയ പൂക്കളാണ്. ഇപ്പം ഇതിൽ കൂടുതലും മുട്ടുകളായിട്ടാണ് നിൽക്കുന്നത്. വിരിഞ്ഞു വരുമ്പോൾ കുറച്ചും കൂടി പിങ്ക് കളറുകൾ കാണാൻ പറ്റും. ഇത് വെരിഗേറ്റഡ് വയലറ്റ് സെപ്റ്റംബർ ആണ്. വയലറ്റ് സെപ്റ്റംബറിൻ്റെ ഫ്ലവർ തന്നെയാണ് വരുന്നത്. പക്ഷെ ലീഫിൽ ഒരു വെരിഗേഷൻ ഉണ്ടെന്ന് മാത്രം. ഇത് സിംബിയോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഓറഞ്ചും പിങ്കും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇതിൽ വരുന്നത്. ഇതൊരു പുതിയ വെറൈറ്റിയാണ്. ഇത് SSB പർപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. അതിൽ ഈ വയലറ്റ് കളർ പർപ്പിൾ കളർ ഫ്ലവർ വരുമ്പോൾ കൂടുതൽ ഭംഗിയാവും. ഇത് പിങ്ക് പാന്തർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫും അതിൽ വരുന്ന ഈ പർപ്പിൾ കളറ് ഫ്ലവറും നല്ല ഭംഗിയാണ്. ഇത് സൺറൈസ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. നമുക്ക് ഏത് രീതിയിലും സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി കൂടിയാണ്. ഇത് ഫോക്സ്റ്റൈൽ വൈറ്റിൻ്റെ ഒരു വലിയൊരു പ്ലാന്റ് ആണ്. ഇപ്പോൾ കൂടുതലും മുട്ടുകളായിട്ടാണ് നിൽക്കുന്നത്. ഇത് വിരിഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. ഇത് ഗോൾഡൻ സൺഷൈൻ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. പൂക്കൾ ആദ്യം വിരിഞ്ഞു വരുമ്പോൾ ഗോൾഡൻ കളർ ആയിരിക്കും. പിന്നെ ഒരുപാട് കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് ലാസ്റ്റ് വൈറ്റ് കളറിലേക്ക് വന്നിട്ടാണ് കൊഴിഞ്ഞു പോവുക. ഒരുപാട് പൂക്കൾ ഉണ്ടാവും. നല്ല വലിയ പൂക്കളാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഗോൾഡൻ സൺഷൈൻ. ഇത് 3 സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. ഇതുപോലെ തന്നെ മൾട്ടി കളേഴ്സ് ആണ് വരുന്നത്. ഒരു സ്റ്റാർ ഷേപ്പാണ് ഇതിന് ഫ്ലവറിൽ വരുന്നത്. നമുക്കിവിടെ പ്ലാന്റുകളൊക്കെ 7 ഇഞ്ച് പോട്ട് തൊട്ടിട്ട് വലിയ സൈസ് വരെയുള്ള പ്ലാന്റുകളാണ് ഉള്ളത്. ഇത് ഫ്ലൈ ബേർഡ്സ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതുപോലെ മൾട്ടി കളർ പോലെയൊക്കെ തന്നെയാണ് വരുന്നത്. ഇതിപ്പോൾ കൂടുതലും മുട്ടുകളായിട്ടാണ് നിൽക്കുന്നത്. ഫ്ലവർ ഇനിയും വിരിയാനായിട്ടുണ്ട്. ഇത് ബട്ടർ കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. നല്ല പർപ്പിൾ കളറും അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലൂടെ ചെറിയൊരു വൈറ്റ് കളറുമാണ് വരുന്നത്. നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഇപ്പോൾ അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് ഫോക്സ്റ്റൈൽ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. ഇതിൽ പൂക്കൾ ഉണ്ടാകുന്ന രീതി ഇതേപോലെ ആയിരിക്കും. താഴം തൊട്ട് ഇങ്ങനെ പൂക്കൾ ഉണ്ടാവും. നിറയെ പൂക്കൾ ഉണ്ടാവും. നല്ല ഭംഗിയുള്ള റെഡ് കളറുമാണ്. ഫോക്സ്റ്റൈൽ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട്. ഇത് ഫോക്സ്റ്റൈലിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. ഫോക്സ്റ്റൈൽ വൈറ്റ്. ഇതിലും അതേ നിറയെ പൂക്കൾ ഉണ്ടാവും. നല്ല ഭംഗിയിൽ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് സുവർണ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. സ്വർണ്ണ നിറത്തിലാണ് ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞു തുടങ്ങുന്നത്. പിന്നെ യെല്ലോയും വൈറ്റും ആയിട്ട് മിക്സ് ആയിട്ട് വരും. വൈറ്റിലെത്തിയിട്ടാണ് ഇത് കൊഴിഞ്ഞു പോകുന്നത്. ഇത് ഫോക്സ്റ്റൈലിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. ഫോക്സ്റ്റൈൽ യെല്ലോ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിലും യെല്ലോ കളറും പിന്നെ ലാസ്റ്റ് കൊഴിയാറാവുമ്പോഴാണ് ഇതിലേക്ക് ഇങ്ങനെ വൈറ്റും യെല്ലോയും മിക്സ് ആയിട്ട് വരുന്നത്. ഇത് ടാങ്ക്ലോണിൻ്റെ പർപ്പിൾ വെറൈറ്റിയാണ്. ഇത് ബ്രിസ വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ബ്രിസയിൽ നല്ല പോലെ പൂക്കൾ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് ബ്രിസ വൈറ്റിലും അതുപോലെ തന്നെയാണ് നിറയെ പൂക്കളുണ്ട്. ഇത് വാജിദലി റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. മൾട്ടി കളറിലാണ് ഈ ഫ്ലവർ വിരിയുന്നത്. ഇതിപ്പോൾ ഫെയ്ഡായി തുടങ്ങിയപ്പോഴത്തെ ഒരു കളറാണ് ഇങ്ങനെ വരുന്നത്. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഇതിൻ്റെ. മിസ് ഹോളണ്ട് സ്പോട്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. വൈറ്റും പിങ്കും മിക്സഡ് ആയിട്ടാണ് ഇതിൽ വരുന്നത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറും മൊത്തം വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട്. ഇത് കേളിസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. നല്ല വൈറ്റ് കളർ ഫ്ലവറും അതുപോലെ തന്നെ വലിയ ഫ്ലവറും നല്ല കൊലകൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്.
ഇത് മെച്ചുവേർഡ് ആവുന്ന സമയത്ത് അതിലൊരു പിങ്ക് ഷെയ്ഡ് കയറി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് ലാവൻഡർ കളറിൽ വരുന്ന ഫോർമോസ വെറൈറ്റിയാണ്. നല്ല ബുഷി ടൈപ്പിൽ ഫ്ലവർ വിരിയുന്ന നല്ലൊരു വെറൈറ്റിയാണ്. ഇത് ഡയമണ്ട് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. ലീഫിൽ ഇതുപോലെ മഞ്ഞ പുള്ളികൾ ഉണ്ടായിരിക്കും. നല്ല പിങ്ക് കളറ് ഫ്ലവറാണ് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ലീഫിൽ ഇങ്ങനെ ഇതുപോലൊരു കളർ ഉള്ളതുകൊണ്ട് തന്നെ പൂക്കളില്ലെങ്കിലും ചെടി കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇത് സിംഗപ്പൂർ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. നല്ല വലിയ പിങ്ക് കളറിലുള്ള പൂക്കളാണ് ഇതിന് വരുന്നത്. ഇത് ഗോൾഡൻ മിയാവു എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. ഗോൾഡൻ കളറിലുള്ള ലീഫും പർപ്പിൾ കളറ് ഫ്ലവറും ആണ് വരുന്നത്. ഇത് ബ്രിസ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്. ഇപ്പോൾ ഇത് മുട്ടുകളാണ് കൂടുതലുള്ളത്. നല്ല റെഡ് കളറിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് മൾട്ടിഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. ഫൈറോപ്പാൽ ഓറഞ്ചും റൂബി റെഡ് ആണ് ഇതിൽ വെച്ചിട്ടുള്ളത്. ഇത് ഗോൾഡൻ പെട്രോ ബാമ്പിനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇലയിൽ ഇതുപോലെ വെരിഗേഷനൊക്കെ വരുന്നുണ്ട്. നല്ല റെഡ് കളറ് ഫ്ലവറുമാണ് വരുന്നത്. ഇത് ജുവലിൻ്റെ വെരിഗേഷൻ വരുന്ന ഒരു വെറൈറ്റിയാണ്. പിങ്ക് കളർ ഫ്ലവറും അതുപോലെ തന്നെ ലീഫിൽ ഗോൾഡൻ കളറുമാണ് വരുന്നത്. ഇനിയിപ്പോൾ ഫ്ലവർ കൊഴിഞ്ഞു പോയാൽ തന്നെ ചെടി നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇത് ചില്ലിയുടെ ഒരു മൾട്ടിഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ചില്ലി ഓറഞ്ചും റെഡും പിങ്കും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓറഞ്ചും റെഡും ആണ് കൂടുതൽ വിരിഞ്ഞു നിൽക്കുന്നത്. ഇത് സ്പ്ലാഷ് വെരിഗേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. സ്പ്ലാഷ് എന്ന് പറഞ്ഞാൽ വൈറ്റും പിങ്കും മിക്സ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ വെരിഗേറ്റഡ് ലീഫാണ് ഇതിൽ വരുന്നത്. ഇത് പിങ്ക് സൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. നല്ല ചെറിയ പൂക്കളും അതുപോലെ തന്നെ വെരിഗേറ്റഡ് ലീഫാണ് വരുന്നത്. ഇതിൻ്റെ ലീഫ് കാണാനും ഭയങ്കര ഭംഗിയാണ്. ഇത് മാജിക് ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. ലീഫിൽ ഇതുപോലെ വെരിഗേഷനാണ് വരുന്നത്. ഫ്ലവറും വൈറ്റും പിങ്കും മിക്സ് ആയിട്ടാണ് വരുന്നത്. ഈ വർഷം നമ്മൾ നൈപുണ്യയിൽ 25-ലധികം പുതിയ ഹൈബ്രിഡ് വെറൈറ്റികൾ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ നമുക്ക് മൊത്തം 100-ലധികം ഹൈബ്രിഡ് വെറൈറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മളിപ്പോൾ അധികം സെയിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാവുന്നതാണ്. നമ്മുടെ നഴ്സറി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിനടുത്ത് പെരിങ്ങോട്ടുകര ചാഴൂരാണ്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.